ഡോക്ടർ അതുപോലെ തന്നെ ഈ ലേറ്റ് ആയിട്ട് ഉറങ്ങിയിട്ട് ലേറ്റ് ആയിട്ട് എഴുന്നേക്കുന്നത്, ഉറങ്ങിയാൽ മതിയല്ലോ, നമുക്ക് ഡോക്ടർ നേരത്തെ ഒരു 7 മണിക്കൂറിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ ഉറക്കം കിട്ടിയാൽ മതിയല്ലോ. അപ്പൊ ലേറ്റ് ആയിട്ട് ഉറങ്ങി ലേറ്റ് ആയിട്ട് എഴുന്നേക്കുന്നത് ശരിക്കും നമ്മുടെ ആയുസിനെ ബാധിക്കൂ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർക്കേഡിയൻ റിതം ഉണ്ട്, നമുക്കൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനവും അതനുസരിച്ചാണ്. പകൽ സമയങ്ങളിൽ നമ്മൾ ഉണർന്നിരിക്കുക, രാത്രികാലങ്ങളിൽ ഉറങ്ങുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ശരി. അപ്പൊ അങ്ങനെ ആ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ പ്രായോഗികമായിട്ട് തന്നെ കാണുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇപ്പൊ ഈ നൈറ്റ് ഷിഫ്റ്റ് നിരന്തരമായി ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഈ ഹോർമോണൽ വ്യതിയാനങ്ങളും മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റീസും പിന്നെ ഡിപ്രഷനും മാനസിക അസ്വാസ്ഥ്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ശരിക്കും മനുഷ്യൻ ആ സർക്കേഡിയൻ ഋതത്തിനനുസരിച്ച് ട്യൂൺ ചെയ്യപ്പെട്ട ഒരു യൂണിറ്റ് ആണ്. ആ ഒരു ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ച് തന്നെ പോകുന്നതാണ് നല്ലത്. പക്ഷേ അതിനൊരു മറ്റൊരു വാദഗതിയുണ്ട്. നൈറ്റ് ഓൾസും പിന്നെ ഏർലി ബേർഡ്സും ഒക്കെ ഉണ്ട്. അവരെ ആ രീതിക്ക് അവരെ വിടണം, കാരണം എന്നാലേ അവരുടെ പ്രവർത്തന മികവ് ഉണ്ടാവുള്ളൂ. അല്ലെ, ചിലർക്ക് അറിയാമല്ലോ, രാത്രിയിലേ പഠിക്കാൻ പറ്റുള്ളൂ, രാവിലെ അവർക്ക് ഉറങ്ങണം. അപ്പൊ അതിൽ വലിയ ഒരു ഇടപെടൽ നടത്തി അത് പാടെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ബൈ ആൻഡ് ലാർജ് ശാസ്ത്രം പറയുന്നത് ആ ബയോളജിക്കൽ ക്ലോക്കിനനുസരിച്ച് നമ്മൾ പോകണം എന്നാണ്. പിന്നെ ഉറക്കം അറിയാമല്ലോ, അതിന്റെ പ്രാധാന്യം എത്ര പറഞ്ഞാലും തീരില്ല. 7 മണിക്കൂറത്തെ ഉറക്കം, അതിനകത്ത് 1 മണിക്കൂർ 7 മണിക്കൂറിൽ നിന്ന് കുറയുകയാണെങ്കിൽ തന്നെ പ്രമേഹ സാധ്യത ഏകദേശം 16 മുതൽ 18% വരെ കൂടും എന്നാണ് പറയുന്നത്. അപ്പൊ വ്യായാമം, ആഹാരം എന്നുള്ളതിന്റെ കൂടെ ഉറക്കവും വളരെ പ്രധാനമാണ്. അത് നമ്മള് അതിന്റെ പ്രാധാന്യം ഒരിക്കലും കുറച്ച് കണ്ടുകൂടാ. ഡോക്ടർ അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം എടുക്കുവാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഏർലി മോർണിംഗ് വെളുപ്പിന് എഴുന്നേറ്റ് പഠിച്ചാലേ തലേ കയറുള്ളത്. കാരണം എന്റെയൊക്കെ വീട്ടില് പണ്ടോട്ടെ പറയുമായിരുന്നു, രാത്രി നേരത്തെ കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് പഠിക്കണം. പക്ഷെ എനിക്ക് രാവിലെ എഴുന്നേറ്റ് പഠിച്ചാൽ ഒന്നും തലേ കയറില്ല. പക്ഷെ എനിക്ക് രാത്രി എത്ര സമയം വേണ്ടി ഇരുന്ന് പഠിക്കാൻ പറ്റും, നന്നായിട്ട് മനസ്സിലാവുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പഠിക്കാൻ ഇന്ന സമയം അങ്ങനെയുണ്ടോ? നമ്മളൊരു ഉറക്കം ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോൾ അത് കുറെ കൂടെ ബ്രെയിൻ റിസെപ്റ്റീവ് ആയിരിക്കുന്ന ഒരു തോന്നൽ ഉണ്ട്. അത് പക്ഷേ നമ്മള് ഒരു കുട്ടിക്ക് ആ സമയം എണീറ്റ് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിർബന്ധിച്ച് ആ സമയത്ത് ഉറക്കം ഉണർത്തി ഉറക്കം പോലും പൂർണ്ണമാവാതിരിക്കുന്ന ഒരവസ്ഥ നല്ലതല്ല. അത് പഠനത്തിനെ തന്നെ ബാധിക്കുക. അപ്പൊ കുട്ടിയെ ഫ്രീ ആയിട്ട് വിടുക. ഏത് സമയമാണോ പഠിക്കാൻ താല്പര്യം ആ സമയം ഇരുന്ന് പഠിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ പറയാറുണ്ട്, സയന്റിഫിക്കലി തന്നെ നൈറ്റ് ഔൾസും ഉണ്ട്, ഏർലി ബേർഡ്സും ഉണ്ട്. അത് ഓരോരുത്തരുടെ ഒരു എന്താ പറയുന്നത്, ഒരു പ്രോഗ്രാമിംഗ് ആണ്. പക്ഷെ വേറൊരു കാര്യം പറഞ്ഞാല്, ഒരുപാട് ഉച്ച വരെ കിടന്നുറങ്ങിയിട്ട് രാത്രി 2 മണി 3 മണി വരെ ഉണർന്നിരിക്കുക, അത് ശരിക്കും നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിന് അനുസൃതമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം രാത്രി കാലങ്ങൾ ഉറങ്ങാനും പകൽ സമയം ഉണർന്ന് പ്രവർത്തിക്കാനും ആണ് എന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിൻ തന്നെ ആ രീതിയിലാണ് വയർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. പക്ഷെ സാധിക്കാത്ത കുട്ടിയെ ഫോഴ്സ് ചെയ്ത് രാവിലെ എണീപ്പിച്ചാൽ പഠനം ശരിയാവും എനിക്ക് തോന്നുന്നില്ല. ക്ലാസ്സിൽ പോയിരുന്ന് ഉറങ്ങും, ആ സമയത്ത് തലേ കയറില്ല, രാത്രി കയറാവുന്ന സമയം തല്ലി ഉറക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരുപാട് ശരിക്കും പറഞ്ഞ കുട്ടികളുടെ പഠനത്തിൽ അങ്ങനെ മൈക്രോ മാനേജ്മെന്റ് പേരൻസിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. അവരുടെ ഇഷ്ടം പോലെ, അവരുടെ താല്പര്യം പോലെ പഠിക്കട്ടെ. പഠിച്ച് തലേ കയറാത്ത ഒരു സമയം വരുമ്പം എണീറ്റ് നടക്കുവോ, ഒരു ചെറിയൊരു കളി കളിക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്, അത് കോൺസെൻട്രേഷനെ കൂട്ടാറുണ്ട്. എന്തെങ്കിലും ഒരു ഡോപ്പമീൻ റിലീസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്ലഷറബിൾ ആക്ടിവിറ്റി ചെയ്തിട്ട് പിന്നെ പഠിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കുറച്ചും കൂടെ നന്നായി പഠിക്കാൻ പറ്റും, നന്നായി അത് റീറ്റെയിൻ ചെയ്യാൻ പറ്റും.